വേരിയേഷൻ ആൻഡ് വേരിയേഷൻ ഓർഡർ നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എല്ലാവരും കേൾക്കുന്ന ഒരു സാധനമാണ് വേരിയേഷൻ ആൻഡ് വേരിയേഷൻ ഓർഡർ. ഇതെന്താണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രൊജക്റ്റ് നമ്മളൊരു കോൺട്രാക്ടർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോൺട്രാക്ട് വിത്തിൻ ദ സ്കോപ്പ് ഓഫ് വർക്ക് അലോങ് വിത്ത് ദ ഡ്രോയിങ്സ് ആണ് നമ്മൾ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുക. അതാണ് നമ്മൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതും ആ വർക്ക് ചെയ്തിരിക്കുന്നതും. ഈ ഒരു സ്കോപ്പിൽ എന്തെങ്കിലും ഇൻ കേസ് ഓഫ് ഡിസൈൻ, ഇൻ കേസ് ഓഫ് സ്പെസിഫിക്കേഷൻസ്, ഇൻ കേസ് ഓഫ് മെറ്റീരിയൽസ് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. സോ വേരിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കോപ്പിൽ നമുക്ക് ചിലപ്പം അഡീഷണൽ ആവാം, അല്ലെങ്കിൽ നമുക്ക് ഡിലീഷൻ ആവാം. കുറച്ച് സാധനങ്ങൾ ആഡ് ആയിട്ട് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ കുറക്കാനുണ്ടാവും. അങ്ങനെയാണ് നമ്മളൊരു വേരിയേഷൻ. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു വീട് എടുക്കുകയാണ്. വീട്ടിൽ ഞാൻ ഇനീഷ്യലി പറയുന്നത് ഫ്ലോറിംഗ് മാർബിൾ ചെയ്യണം എന്നാണ്. എക്സിക്യൂഷൻ സ്റ്റേജിൽ ഞാൻ പറയാണ് എനിക്ക് ബഡ്ജറ്റ് ഇല്ല, ഫ്ലോറിംഗ് ടൈല് ചെയ്താൽ മതി, മാർബിൾ ചെയ്യേണ്ട എന്നുള്ളത്. സോ ഇതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വേരിയേഷൻ ഓർഡർ എന്താണ്? നമ്മളിത് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗ്രിമെന്റ് അല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയേഷൻ ഓർഡർ എന്ന് പറയുന്നത്. സോ ഈ വേരിയേഷൻ ഓർഡറും നമ്മൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ക്ലബായിട്ടുള്ള എമൗണ്ട് ആണ് ആക്ച്വൽ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത്. സോ വേരിയേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. വേരിയേഷൻ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്, കൈൻഡ് ഓഫ് കോൺട്രാക്ട്. അതാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ്.